दक्षिण पश्चिम मानसून 31 मई तक केरल के तट पर पहुंच सकता है। फिशरी विभाग और जिला अधिकारी राज्य में मछली पकड़ने पर रोक लगाने की तैयारी कर रहे हैं। मछली पकड़ने के कारोबार की सलामती के लिए रोक लगाना पुरानी परंपरा है। मछली पकड़ने पर 52 दिन की रोक 9 जून से 31 जुलाई तक रहेगी। पिछले कुछ महीनों में मौसम की वजह से मछली पकड़ने के दिन पहले ही कम हो गए थे। इससे मछुआरे मायूस हैं। കാറ്റുമഴയും കൊണ്ട് ഞങ്ങൾ പോകാതെ 1.5 കൂടുതലായി. പിന്നെയും ട്രോളിംഗ് നിരോധനം വന്ന ഉടനെ അതും 1.5 മാസം ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. എന്നാലും പിന്നെ ഈ കാറ്റുമഴയും നോക്കി ഇതുപോലെ അന്തരീക്ഷം കിടക്കുമ്പോൾ മാത്രം തന്നെ പോകാൻ കിട്ടും. അതൊരു ചെറിയ വള്ളങ്ങൾ, അതും ഒരു ദിവസമോ 2 ദിവസമോ പോകാൻ കിട്ടും, അല്ലെങ്കിൽ പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇവിടെ കടൽക്ഷോഭം വരുമ്പം പണി ഇല്ല. ഞങ്ങള് പണിയില്ലാതെ മുകളിലാണ്. ആ സമയത്ത് ഭയങ്കര ക്ഷാമമാണ് ഞങ്ങളുടെ വീടുകൾക്ക്. ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് ഉണ്ടാകണില്ല. ഇതിന്നിപ്പോ ഒരാഴ്ചയിൽ ഞങ്ങൾ 2 ദിവസമോ 3 ദിവസമോ പോയി 10,000 രൂപ ചിലപ്പം കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ഇല്ല. ഈ 5,000 രൂപ വെച്ച് ഞങ്ങൾ ഒരാഴ്ച 2 ആഴ്ച മുകളിലിരുന്ന വെച്ച് ജീവിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പണിക്കൊന്നും പോകാൻ പറ്റൂല. അവര് ഞങ്ങൾ ഈ കൊച്ചുവള്ളങ്ങളുടെ വലയെല്ലാം മുറിച്ച് അപകടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ സാധനമാണ്. फिशरी विभाग के तहत मरीन एनफोर्समेंट विंग ने 52 दिन की रोक के दौरान मछुआरों की सुरक्षा के लिए कई कदम उठाए हैं। तिरुवनंतपुरम और राज्य भर के प्रमुख बंदरगाहों पर 3 समुद्री एम्बुलेंस के अलावा 24 घंटे काम करने वाला कंट्रोल रूम भी बनाया गया है। ये देश में अपनी तरह का पहला है। प्रशासन इस दौरान मछली पकड़ने की जगहों पर मुफ्त राशन भी देगा। ഇതില് ഏകദേശം 36 ലൈഫ് ഗാർഡുമാരുടെ അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ നിയമിക്കുന്നുണ്ട്, ഈ ട്രോളിംഗ് പീരീഡിന് മാത്രം. അതുകൂടാതെ എന്തെങ്കിലും കലാമിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഈ ഫിഷർമാൻ ഡേഞ്ചർ സിറ്റുവേഷനിലാണെങ്കിൽ കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ സെർച്ചിങ്ങിന് ആ സമയം തന്നെ പോകാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു കൺട്രോൾ റൂമുണ്ട്. കൺട്രോൾ റൂമിൽ 24 മണിക്കൂറും സ്റ്റാഫ് കാണും. ഫിഷറീസിന്റെ ഒരു സ്റ്റാഫുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പോലീസുകാരുണ്ട്. अधिकारियों के मुताबिक रोक के दौरान सिर्फ पारंपरिक नावों और कुछ कम ताकतवर इनबोर्ड इंजन वाली नाव चलाने की ही इजाजत होगी।